ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ചെറുപ്പക്കാർ ജോലി തേടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ക്രിമിനൽ സംഘങ്ങളും മോഷ്ടാക്കളുമുണ്ട്. ചിലർക്ക് ഈ നാട് ഒളിസങ്കേതമാണ്. അങ്ങനെയുള്ള ഇതര സംസ്ഥാനക്കാരുമായി സൗഹൃദം കൂടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ശ്രദ്ധിച്ചു വേണം. ഇടുക്കി ഏലപ്പാറയിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴാണ് യുവാവിനെ ഇതര സംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തിയത്. കോതമംഗലം സ്വദേശി മനു ജോസഫിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. ബംഗാൾ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലിനെ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പീരുമേട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തർക്കത്തിനിടെ നിലത്ത് വിട മനുവിനെ കത്രിക കൊണ്ട് കുത്തിയും നിലത്തിട്ട് ചവിട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ഏലപ്പാറയിലെ ഹോട്ടലിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മനു ജോസഫും സെയ്ഫുദ്ദീനും ജോലി ചെയ്തു വരികയായിരുന്നു. ഇരുവരും ഏലപ്പാറയിലെ ലോഡ്ജിലായിരുന്നു താമസം. വ്യാഴാഴ്ച രാവിലെ മനു ജോസഫിനെ താമസ സ്ഥലത്ത് തലയ്ക്കും മുഖത്തും മാരകമായി പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണാതായത് സംശയത്തിനിടയാക്കി. പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. ബംഗാൾ സ്വദേശി സെയ്ഫുദ്ദീൻ മണ്ഡൽ നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിച്ചു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായ ദിവസം ഈ കൊല്ലപ്പെട്ടയാൾക്ക് ജോലിയില്ലാന്ന് മനസ്സിലാവും. നേരെ മദ്യപിക്കുകയായിരുന്നു. ഇയാൾ രാത്രി 11 മണിക്ക് ജോലി ചെയ്യുമ്പോൾ അതിനോട് ചെയ്യാൻ മദ്യപിച്ചതിൻ്റെ അവസരങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ഇയാൾ കത്തിയെടുത്ത് അയാൾ പുറത്ത് കൂട്ടി 5 വട്ടം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അയാൾ താഴെ വീണപ്പോൾ പുറത്ത് ചവിട്ടി പരിക്കേൽപ്പിച്ചു. അയാൾ മരണം ഉറപ്പാക്കിയതിനു ശേഷം ഒരു വെളുപ്പിനെ 3 മണിയോടുകൂടി ഇവിടുന്ന് ബസ്സിൽ കയറി പോയതാണ് മനസ്സിലായത്. ഇരുവരും തമ്മിൽ രാത്രി മദ്യപിച്ചുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സെയ്ഫുദ്ദീൻ മനുവിനെ കൊല്ലപ്പെടുത്തിയത് എന്ന് പോലീസ് പറഞ്ഞു. പ്രതി സെയ്ഫുദ്ദീൻ കത്രിക ഉപയോഗിച്ച് മനുവിന്റെ പുറത്ത് 8 തവണ കുത്തി. ഗുരുതരമായി പരിക്കേറ്റ് നിലത്ത് വീണ മനുവിനെ കാലുകൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി. പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.